പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ രാത്രിയായ ആ സമയത്ത് നിങ്ങളുടെ മുന്നിൽ ലൈവിൽ വരുവാൻ, ഈ പുതുവർഷത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ലൈവിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ദൈവം കഴിഞ്ഞ മാർച്ച് മാസം മുതലാണ് ഞങ്ങൾ ലൈവ് ചെയ്തു തുടങ്ങിയത്. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷത്തോളം ദൈവം കാത്തു പരിപാലിച്ചു. നിങ്ങളുടെ മുന്നിൽ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനെല്ലാം നമുക്ക് ഒരുമിച്ച് ഇടയായി. വീണ്ടും ഞങ്ങളോടുകൂടെ ജോയിൻ ചെയ്യുന്ന ഓരോ ഞങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനും അതുപോലെ യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനകളും അതുപോലെ സപ്പോർട്ടും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് അല്പസമയം നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. രണ്ട് മൂന്ന് പാട്ടുകൾ ആദ്യമായിട്ട് പാടുവാൻ പോകുന്നു. ആദ്യമായിട്ട് പാടുന്നത് നിങ്ങൾക്കെല്ലാം പരിചിതമായിട്ടുള്ളൊരു സോങ്ങാണ്. നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ എന്ന് തുടങ്ങുന്ന സോങ്ങാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളെ കാത്തു പരിപാലിച്ച് നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദിയേകാതെ നമുക്കെങ്ങനെ ഒരുമിച്ച് നന്ദി പറയാതിരിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങളോടുകൂടെ ജോയിൻ ചെയ്യുന്ന ഓരോ വ്യക്തികളും നിങ്ങൾ ഒരുമിച്ച് ഞങ്ങളോടുകൂടെ പാടുക. നടത്തിയ വിധങ്ങൾ ഓർത്താൽ ഭാരം ദുഃഖമേറിയപ്പോൾ, മനം നൊന്ത് കലങ്ങിയപ്പോൾ ചാരയണഞ്ഞ് ആശ്വാസം നൽകിയ. കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്ക് ഒരുപാട് ഭാരം ദുഃഖങ്ങൾ നേരിട്ടു. എന്നാൽ നമ്മുടെ ചാരയണഞ്ഞ് ആശ്വാസം നൽകിയ ആ യേശുവിൻ്റെ സ്നേഹത്തെയാണ്. അതുപോലെ ജീവിതത്തിൽ മേടുകളിൽ ഏകനെന്ന് തോന്നിയപ്പോൾ ധൈര്യം നൽകി വചനം നൽകിയ ആ യേശുവിൻ്റെ സ്നേഹത്തെയാണ്. അതുപോലെ കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത, ശത്രുവിൻ്റെ മുൻപിലും തലയുയർത്തി നിൽക്കുവാൻ നമ്മുടെ ഇടയാക്കിയ ആ ദൈവത്തിൻ്റെ നാമത്തെയാണ് നമ്മൾ ഒരുമിച്ച് ഉയർത്തുന്നത്. അതുകൊണ്ട് ഈ പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം ചെയ്ത ആ ഓരോ നന്മകളെയും, ദൈവം നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ചേർന്ന് പാടാമോ? നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? കഷ്ടതയിലും കരം പിടിച്ചു, കഷ്ടതയിലും കരം പിടിച്ചു നാഥൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? ദുഃഖമേറിയപ്പോൾ
നൊന്തു കലങ്ങിയപ്പോൾ, ഭാരം ദുഃഖമേറിയപ്പോൾ, മനം നൊന്തു കലങ്ങിയപ്പോൾ, ചാരയണഞ്ഞു ആശ്വാസം നൽകി, ചാരയണഞ്ഞു ആശ്വാസം നൽകി. നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? ഇങ്ങനെ പാടാം. ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്ന് തോന്നിയപ്പോൾ ധൈര്യം നൽകി, വചനം നൽകി ആ യേശുവിൻ്റെ സ്നേഹം എന്നോട് കൂടെ ചേർന്നോളൂ. എന്നെ നടത്തിയത് ആ യേശുവിൻ്റെ സ്നേഹം മാത്രമാണ്. ജീവിതത്തിൻ ഏടുകളിൽ ഏകനെന്നു തോന്നിയപ്പോൾ, ജീവിതത്തിൻ ഏടുകളിൽ ഏകനെന്നു തോന്നിയപ്പോൾ, ധൈര്യം നൽകിയും വചനം നൽകി, ധൈര്യം നൽകിയും വചനം നൽകി. നാഥൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? കൂട്ടുകാരിൽ പരമായ എന്നെ ആനന്ദ തൈലം പകർന്നുകൊണ്ട് ശത്രുവിൻ്റെ മുമ്പേ തലയുയർത്തി നിർത്തിയ ആ യേശുവിൻ്റെ സ്നേഹം, ഹല്ലേലൂയ. നമ്മളെ പലരും തള്ളിക്കളയുമ്പോൾ നമ്മളെ ആനന്ദ തൈലം, ഹല്ലേലൂയ, ആ സന്തോഷത്തിൻ്റെ തൈലമാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പകർന്നുകൊണ്ട് ശത്രുവിൻ്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുവാൻ ശക്തി നൽകുന്ന ആ യേശുവിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഒരുമിച്ച് നമുക്ക് പാടാം. കൂട്ടുകാരിൽ പരമായെന്നിൽ ആനന്ദ തൈലം പകർന്നു, കൂട്ടുകാരിൽ പരമായെന്നിൽ ആനന്ദ തൈലം പകർന്നു. ശത്രു മുമ്പിലും തലയുയർത്തി, ശത്രു മുൻപിലും തലയുയർത്തി. നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? ചേർന്ന് പാടാം. നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? കഷ്ടതയിലും കരം പിടിച്ചു, കഷ്ടതയിലും കരം പിടിച്ചു. നാഥൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? ചേർന്ന് പാടാമോ? നാഥൻ നടത്തിയ
വിധങ്ങളോർത്താ നന്ദിക്കിടാതിരുന്നിടുമോ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ പാട്ട് പാടുമ്പോൾ നമ്മളെ നടത്തിയ ഓരോ ദിവസവും കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പറഞ്ഞു നമ്മളെല്ലാം അനുഭവിച്ചതാണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞുപോയി. എന്നാൽ ഈ ഒരു വർഷക്കാലം, ഈ കഴിഞ്ഞുപോയ വർഷക്കാലം ദൈവം നമ്മെ നടത്തിയ വഴികൾ, ഒരുപാട് പേർ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലായിരുന്നു നമ്മളെല്ലാവരും. എന്നാൽ യേശു നമ്മളെ വഴി നടത്തി. ആ സ്നേഹത്തെ ഓർത്തുകൊണ്ടുമ്പോൾ എത്ര സ്തുതിച്ചാലും എത്ര ദൈവത്തോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല. പ്രത്യേകം ഞങ്ങളിത് ലൈവ് മാർച്ച് മാസം സ്റ്റാർട്ട് ചെയ്തതാണ്, ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എൻ്റെ ഒരു ചെറിയ മൊബൈൽ മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾ ലൈവ് ചെയ്യുന്നത്. അതിൽ ക്ലിയറും അല്ലായിരുന്നു, വോയിസ് ചിലപ്പോൾ ക്ലിയർ അല്ലായിരുന്നു. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഞാനും ജോബിനും കീബോർഡുണ്ട്, മൊബൈലുണ്ട്, അത് മാത്രം വെച്ച്. പിന്നീട് പക്ഷേ ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. ഓരോ ഐറ്റംസ് ഞങ്ങൾക്ക് വേണ്ട ട്രൈപോഡ് ഓരോരുത്തർ ഞങ്ങളെ ലൈവിൽ കാണുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ചു. അവർക്കെല്ലാം പ്രത്യേക നന്ദി. എത്ര പറഞ്ഞാലും ദൈവത്തിന് സകല മഹത്വവും സകല നന്ദി പറയുക. കാരണം ട്രൈപോഡ്, അതുപോലെ ക്യാമറ, പിന്നെ ലൈറ്റ്, അതുപോലെ മിക്സർ, മൈക്ക് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. എല്ലാം ദൈവത്തിൻ്റെ ദാനം. ഒന്നും ഞങ്ങളുടെ കഴിവും കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതല്ല. എല്ലാം ദൈവം തന്ന ദാനങ്ങൾ മാത്രമാണ് ഞങ്ങൾ ദൈവത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വർഷവും ആദ്യം ഈ പാട്ട് തന്നെ പാടുവാൻ ഇടയായത്. നാഥൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. നമുക്ക് ഒരുമിച്ച് വീണ്ടും 1-2 സോങ് കൂടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇത് ഞങ്ങൾ ഇതിനു മുന്നേ എനിക്ക് തോന്നുന്നു മൈക്കുന്നതിന് മുന്നേ പാടിയതാണ്. രാജാതിരാജൻ യേശു വാനമേഘെ വരുന്നേ, ചേർത്തിടും തൻ ശുദ്ധരെ തൻ്റെ കൂടെ വാഴുവാൻ. ഉണർന്നിടാം, ഒരുങ്ങിയിടാം, കർത്തൻ വരവിനായി ഒരുങ്ങിയിടാം. നമുക്കറിയാം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. അതിനുള്ള സംഭവങ്ങൾ നമ്മൾ ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ വാർത്ത തന്നെ കൊറോണ വൈറസ് നമ്മൾ കരുതി അത് മാറി എന്ന്. എന്നാൽ അതിലും കാഠിന്യമേറിയത് ഈ ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്നു. അത് ഒറ്റ ഒരു കാര്യമാണ്, ആ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. രാജാതിരാജൻ യേശു വാനമേഘെ വരുന്നേ, അതുകൊണ്ട് ഉണർന്നിടാം, ഒരുങ്ങിയിടാം, കർത്തൻ വരവിനായി ഒരുങ്ങിയിടാം. ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ചേർന്ന് പാടാമോ? രാജാതിരാജനേശു വാനമേഘെ വരുന്നേ, രാജാതിരാജനേശു വാനമേഘെ വരുന്നേ, ചേർത്തിടും തൻ ശുദ്ധരെ തൻ്റെ കൂടെ വാഴുവാൻ. ചേർത്തിടും തൻ ശുദ്ധരെ തൻ്റെ കൂടെ വാഴുവാൻ. ഉണർന്നിടാം, ഒരുങ്ങിടാം, കർത്തൻ വരവിനായി ഒരുങ്ങിടാം. ഉണർന്നിടാം, ഒരുങ്ങിടാം, കർത്തൻ വരവിനായി ഒരുങ്ങിടാം. രാജാതിരാജനേശു വാനമേഘെ വരുന്നേ, രാജാതിരാജനേശു വാനമേഘെ വരുന്നേ. കാലങ്ങൾ സംഭവങ്ങളല്ല, കർത്തൻ വരവിനെ വിളിച്ചറിച്ചോദിക്കുന്നു. കാത്തിരുന്നിടുക, തൻ്റെ കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം. കാലങ്ങൾ സംഭവങ്ങൾ എല്ലാം അതിനെ വിളിച്ചറിയിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രത്യാശ ഒരിക്കലും നശിച്ചു പോകുകയില്ല. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. അതുകൊണ്ട് ഉണർന്നിടാം, ഒരുങ്ങിയിടാം, കർത്തൻ വരവിനായി ഒരുങ്ങിയിടാം.
സംഭവങ്ങളെല്ലാം കർത്തൻ വരവിനെ വിളിച്ചോതിരുന്നു. കാലങ്ങൾ സംഭവങ്ങളെല്ലാം കർത്തൻ വരവിനെ വിളിച്ചോതിരുന്നു. കാത്തിരുന്നിടുക, കാന്തൻ വേഗം വരുമേ. കാത്തിരുന്നിടുക, കാന്തൻ വേഗം വരുമേ. ഉണർന്നിടാം ഒരുങ്ങിടാം, കർത്തൻ വരവിനായി ഒരുങ്ങിടാം. ഉണർന്നിടാം ഒരുങ്ങിടാം, കർത്തൻ വരവിനായി ഒരുങ്ങിടാം. രാജാധിരാജനേശു വാനമേകി വരുന്നേ. രാജാധിരാജനേശു വാനമേകി വരുന്നേ. വാഗ്ദത്തങ്ങൾ തന്ന വിശ്വസ്തൻ, വാക്കുമാറാത്തവനാൻ പരൻ. വാസസ്ഥലം ഒരുക്കി വാനമേകി വരുമേ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. ഉണർന്നിടാം ഒരുങ്ങിടാം, കർത്തൻ വരവിനായി ഒരുങ്ങിടാം. വാഗ്ദത്തങ്ങൾ തന്ന വിശ്വസ്തൻ, വാക്കുമാറാത്തവനാം പരൻ. വാഗ്ദത്തങ്ങൾ തന്ന വിശ്വസ്തൻ, വാക്കുമാറാത്തവനാം പരൻ. വാസസ്ഥലങ്ങൾ ഒരുക്കി വാനമേകി വരുമേ. വാസസ്ഥലങ്ങൾ ഒരുക്കി വാനമേകി വരുമേ. ഉണർന്നിടാം ഒരുങ്ങിടാം, കർത്തൻ വരവിനായി ഒരുങ്ങിടാം. ഉണർന്നിടാം ഒരുങ്ങിടാം, കർത്തൻ വരവിനായി ഒരുങ്ങിടാം. കുഞ്ഞാട്ടിൽ കല്യാണ മഹൽ ദിനത്തിൽ കാലമേറ്റം അടുത്തു. കളങ്കമറ്റവരെ ചേർക്കാൻ കാന്തനേശു വരുമേ. അതുകൊണ്ട് ചേർന്ന് വീണ്ടും പാടാം. ഉണർന്നിടാം ഒരുങ്ങിടാം, കർത്തൻ വരവിനായി ഒരുങ്ങിടാം. ചേർന്ന് പാടാം. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ കാലമേറ്റമടുത്തു. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ കാലമേറ്റമടുത്തു. കളങ്കമറ്റവരെ ചേർക്കാൻ കാന്തനേശു വരുമേ. കളങ്കമറ്റവരെ ചേർക്കാൻ കാന്തനേശു വരുമേ. ഉണർന്നിടാം ഒരുങ്ങിടാം, കർത്തൻ വരവിനായി ഒരുങ്ങിടാം. ഉണർന്നിടാം ഒരുങ്ങിടാം, കർത്തൻ വരവിനായി ഒരുങ്ങിടാം. രാജാധിരാജനേശു വാനമേകി വരുമേ. ചേർന്ന് പാടാം. രാജാധിരാജനേശു വാനമേകി വരുമേ. കാത്തിരുന്നിടുക, കാന്തനേശു വരുമേ. ചേർത്തിടും തൻ ശുദ്ധരെ നിന്റെ കൂടെ വാഴുവാൻ. ഉണർന്നിടാം ഒരുങ്ങിടാം, കർത്തൻ വരവിനായി ഒരുങ്ങിടാം. ഉണർന്നിടാം ഒരുങ്ങിടാം, കർത്തൻ വരവിനായി ഒരുങ്ങിടാം. ഉണർന്നിടാം ഒരുങ്ങിടാം, കർത്തൻ വരവിനായി ഒരുങ്ങിടാം. ചേർന്ന് പാടാമോ? ഉണർന്നിടാം ഒരുങ്ങിടാം, കർത്തൻ വരവിനായി ഒരുങ്ങിടാം.
ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രികാലം ഉണരുവാൻ, യേശുവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ തയ്യാറായിരിക്കുന്നു? നമുക്ക് ഒരുമിച്ച് വീണ്ടും ഒരു സോങ് കൂടെ പാടാം. നിങ്ങൾക്കെല്ലാം പരിചിതമായിട്ടുള്ള കേട്ടിട്ടുള്ള ഒരു സോങ്ങാണ്. പാസ്റ്റർ അനിൽ അടൂർ എഴുതിയ സോങ്ങാണ് അത്. കർത്താവിൻ്റെ ഒരു പ്രത്യാശയെ വർണ്ണിക്കുന്ന ഒരു സോങ്ങാണ്. കണ്ടാലോ ആളറിയിക്കില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞിടുന്നു. എന്തിനു വേണ്ടി? കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ ശരീരത്തെ, തൻ്റെ രക്തത്തെ നൽകിയത് എനിക്ക് വേണ്ടി, എൻ്റെ ജീവന് വേണ്ടി. ഞാൻ പാപം ചെയ്തതിന് ഫലമായി, നമ്മൾ ഓരോ വ്യക്തികളും പാപം ചെയ്തതിൻ്റെ ഫലമായി യേശു നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ, തൻ്റെ രക്തത്തെ നൽകി. അതുകൊണ്ട് എന്തുകൊണ്ട് മകനെ, മകളെ, നീ മാന്യനായി ഇടുവാൻ. ഹല്ലേലൂയ. നമ്മളൊന്നുമില്ലാതെ, മാന്യതയില്ലാതെ വെറും ശൂന്യമായ അവസ്ഥയിലായിരുന്നു, പാപത്തിൻ്റെ ചേറ്റിലായിരുന്നു. എന്നാൽ നാം മാന്യനാകുവാൻ യേശു തൻ്റെ രക്തം, തൻ്റെ ശരീരം നമുക്കായിട്ട് നൽകി. അതുകൊണ്ട് ഒരു പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് പാടാം. കണ്ടാലോ ആളറിയിക്കില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു, മകനെ, മകളെ, നീ മാന്യനായി ഇടുവാൻ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു, നോക്കുക നിനക്കായി തകർന്നിടുന്നു. ഒരു പ്രത്യാശയോടെ യേശു നമുക്ക് വേണ്ടി ചെയ്ത ഒരു ശരീരം, രക്തം നമുക്ക് വേണ്ടി നൽകി. ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളത്തിൽ ഇന്ന് രാത്രികാലം ഈ പാട്ട് പാടുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് ഒരുമിച്ച് വർണ്ണിക്കാം. യേശുവിൻ്റെ നാമത്തെ ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ചേർന്ന് പാടാം. യേശു നമുക്ക് വേണ്ടി നൽകിയ ശരീരത്തെ ഓർത്തുകൊണ്ട് ക്രൂശിനെ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. എത്ര പേർക്ക് ദൈവസ്നേഹം തിരിച്ചറിയുന്നെന്ന് എനിക്കറിയത്തില്ല. യേശു നമുക്ക് വേണ്ടി ആളറിയാത്ത പോലെ, യേശു മുഖശോഭയില്ലാത്ത പോലെ, ചോരയാൽ നിറഞ്ഞൊഴുകി തിരുശരീരം നമുക്ക് വേണ്ടി നൽകപ്പെട്ടു. ചേർന്ന് പാടാം. അറിയാവുന്നവരെല്ലാം ചേർന്ന് പാടാം. കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു, കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ, മകളെ, നീ മാന്യനായിടുവാൻ. മകനേ, മകളെ, നീ മാന്യയായിടുവാൻ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ, നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു. മകനേ,
നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. എനിക്കായി തകർന്നിടുന്നു. എത്ര പേർക്ക് ചേർന്ന് ഇന്ന് രാത്രികാലം പാടാൻ സാധിക്കുന്നുണ്ട്? എൻ്റെ യേശു എനിക്ക് വേണ്ടി ജീവനെ നൽകി. ഹല്ലേലൂയ. ഞാൻ മാന്യനായിടുവാൻ. ഹല്ലേലൂയ. ഈ ലോകത്ത് ആരാലും തള്ളപ്പെട്ടാലും എൻ്റെ യേശു ഞാൻ മാന്യനാകുവാൻ തകർക്കപ്പെട്ടു. ആ ശരീരം, ആ രക്തം എനിക്ക് വേണ്ടി നൽകപ്പെട്ടു. ഹല്ലേലൂയ. ആ ഒരു പ്രത്യാശ എത്ര പേർക്ക് ചേർന്ന് എന്നോടുകൂടെ ചേർന്ന് പാടാൻ സാധിക്കും? ചുടുചോര തുള്ളിയായി വീഴുന്നു, നിന്റെ പാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും, നിൻ ശിരസ് ഉയരുവാൻ അല്ലയോ. നമ്മുടെ തല പലപ്പോഴും താഴ്ന്നു പോകുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും, യേശുവിൻ്റെ തലയിൽ ആ മുള്ളുകൾ ആഴ്ന്നത് നമ്മുടെ ശിരസ്, നമ്മുടെ തല ഉയർത്തി നിൽക്കുവാൻ. ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ടോ, പൈശാചികൻ എന്തൊക്കെ കൊണ്ടുവരുന്നോ അതിന് മുന്നിലുള്ള തല ഉയർത്തി നിൽക്കുവാൻ ശക്തി നൽകുന്ന ആ യേശു നമുക്ക് വേണ്ടി നൽകപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് പാടാമോ? ചുടുചോരത്തുള്ളിയായി വീഴുന്നു, എൻ പാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ശിരസിലാഴ്ന്നതും, നിൻ ശിരസുയരുവാനല്ലയോ. ചേർന്ന് പാടാമോ? ചുടുചോരത്തുള്ളിയായി വീഴുന്നു, നിൻ പാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ശിരസിലാഴ്ന്നതും, നിൻ ശിരസുയരുവാനല്ല. ഒരിക്കൽ കൂടെ ചേർന്ന് പാടാമോ? എൻ പാപം പോക്കുവാനല്ലേ. അങ്ങനെ നമുക്ക് ചേർന്ന് പാടാം. ചുടുചോരത്തുള്ളിയായി വീഴുന്നു, എൻ പാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ശിരസിലാഴ്ന്നതും, എൻ ശിരസുയരുവാനല്ലയോ മകനേ മകളേ നീ മാന്യനായിടുവാൻ. മകനേ മകളേ നീ മാന്യനായിടുവാൻ. കാൽവരിയിൽ നിനക്കായി തുളയ്ക്കപ്പെട്ടു, കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകളേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. കള്ളന്മാർ നടുവിൽ കിടന്നത് നിന്നെ ഉയർത്തുവാനല്ലയോ, മാർവിടം ആഴമായി മുറിഞ്ഞത് സൗഖ്യം നിനക്കേകുവാൻ അല്ലയോ. നമ്മുടെ വീഴ്ചയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നേരിടും. എന്നാൽ ആ കള്ളന്മാർ നടുവിൽ കിടന്നത് നമ്മെ അതിൽ നിന്ന് ഉയർത്തുവാൻ, അതുപോലെ മാർവിടം ആഴമായി മുറിഞ്ഞത് നമുക്ക് സൗഖ്യം, ശരീരത്തിന് സൗഖ്യമേൽകുവാൻ. എത്ര പേർക്ക് അതുകൊണ്ട് പ്രത്യാശയോടെ ചേർന്ന് പാടുവാൻ സാധിക്കും? എന്നെ മാന്യനാക്കുവാനാണ് യേശു എനിക്ക് വേണ്ടി ശരീരം നൽകിയത്, എനിക്ക് വേണ്ടി രക്തം നൽകിയത്. ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം.
കള്ളന്മാർ നടുവിൽ കിടന്നതും നിന്നെ ഉയർത്തുവാനല്ലയോ, മാർവിടമാഴമായി മുറിഞ്ഞതും സൗഖ്യം നിനക്കേകാനല്ലയോ. ചേർന്ന് പാടാം. കള്ളന്മാർ നടുവിൽ കിടന്നതും എന്നെ ഉയർത്തുവാനല്ലയോ. ചേർന്ന് പാടാം. എന്നെ മാർവിടമാഴമായി മുറിഞ്ഞതും സൗഖ്യമെനിക്കേകാനല്ലയോ. മകനേ മകളേ നീ മാന്യനായിടുവാൻ. ചേർന്ന് പാടാമോ. മകനേ മകളേ നീ മാന്യയായിടുവാൻ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. ചേർന്ന് പാടാമോ. മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. എനിക്കായി തകർന്നിടുന്നു. പ്രത്യാശയോടെ പാടാം. എനിക്കായി നൽകപ്പെട്ടു, യേശു എനിക്കായി നൽകപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്താം. ഞാനൊരു വാക്യം നിങ്ങളുടെ മുന്നിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ എനിക്ക് 31-ാം തീയതി, അതുപോലെ 1-ാം തീയതി നല്ല ജലദോഷത്തിൻ്റെ പനിയുടെ അസ്വസ്ഥതയായിരുന്നു. എന്നാൽ 1-ാം തീയതി രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് നൽകിയ ഒരു ദൈവവചനമാണ് നിങ്ങളുടെ മുന്നിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം 20-ാമത്തെ വാക്യം. ഞങ്ങൾ ഒരുപാട് പേര് കാണുന്നുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കമൻസ് ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര്. പതിവില്ലാതെ ഈ ടൈം ഞങ്ങൾ സന്ധ്യയ്ക്കാണ് സ്ഥിരം നടത്തുന്നത്. എന്നാൽ ആദ്യമായിട്ടാണ് ഈ വർഷം ഈ ഒരു ടൈമിൽ ലൈവ് ചെയ്യുവാൻ ദൈവം ഇടയാക്കിയത്. ഞാൻ വായിക്കുന്നത് 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 19-20. ദൈവം എനിക്കായിട്ട് നൽകിയ ഒരു ദൈവവചനമാണ്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ അതുപോലെ സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലല്ല ഈ ദൈവവചനം ഞാൻ പറയുകയുണ്ടായി. ഇത് എനിക്ക് നൽകപ്പെട്ടത് ദൈവം കഴിഞ്ഞ ഒരു വർഷം ദൈവം എനിക്ക് നൽകിയ നിയോഗപ്രകാരമാണ്. ഗ്ലോറി ടു ജീസസ് പത്തനാപുർ. നിങ്ങൾ അതിൻ്റെ പേജുണ്ട്, അതിൻ്റെ ചാനലുണ്ട്, നിങ്ങൾ ലൈക്ക് ചെയ്യുക. ദൈവത്തിൻ്റെ നാമത്തെ, യേശുവിൻ്റെ നാമത്തെ ഉയർത്തുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രിയ ജോബിനും ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചാണ്. അതുപോലെ സഹോദരിമാരുണ്ട്, കസിൻസ് ഉണ്ട്, മഹിമ, സ്നേഹ, ഫേബ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്നത്, പാടി മഹത്വപ്പെടുത്തുന്നത്. കഴിഞ്ഞ 10 മാസം 6-7 മാസങ്ങൾ അവരും ഉണ്ടായിരുന്നു ചേർന്ന്. ദൈവം എനിക്കായിട്ട് ഈ ഒരു 1-ാം തീയതി നൽകിയ ദൈവവചനമാണ് ഞാനിപ്പോൾ വായിച്ചത്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമായി ദൈവം നമുക്കായിട്ട് നൽകപ്പെട്ട ദാനമാകുന്നു പരിശുദ്ധാത്മാവ്. നമുക്കറിയാം യേശു കടന്നുപോയ ശേഷം ലോകത്തിലേക്ക് ആ യേശുവിൻ്റെ മേൽ, പിതാവായ ദൈവത്തിൻ്റെ മേൽ ഉള്ള ആ ഒരു ആത്മാവാണ് പരിശുദ്ധി ആത്മാവ്, ത്രിയേക ദൈവം.
ആ പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് അയച്ചു. ആ പരിശുദ്ധാത്മാവാണ് എങ്ങനെ ഇതിൽ പറയുന്നത്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന, നമ്മളിൽ ഓരോ വ്യക്തികളിലും ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകും. പരിശുദ്ധാത്മാവ് മന്ദിരം എന്നത് നമ്മൾ വസിക്കുന്ന, നമ്മൾ വാസം ചെയ്യുന്ന ആണ് പരിശുദ്ധാത്മാവിൻ്റെ. നമ്മുടെ ശരീരത്തിൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുക എന്നാണ് ദൈവവചനം പറയുന്നത്. നമ്മുടെ ശരീരത്തെ വിലയ്ക്ക് പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ദാനമാകുന്ന പരിശുദ്ധാത്മാവ് കൊണ്ട് വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അതുകൊണ്ട് നാം അല്ല നമ്മളിൽ പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോൾ പാടുന്നു, എൻ്റെ അടുത്ത് ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തു, നല്ല വോയിസാണ്, നല്ലപോലെ പാടുന്നുണ്ട്. എന്നാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ അടുത്ത് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. കാരണം എൻ്റെ വോയിസല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ, ദൈവത്തിൻ്റെ വോയിസാണ്. എൻ്റെ സ്വരമല്ല, ഞാനല്ല പാടുന്നത്, പരിശുദ്ധാത്മാവാണ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എന്നിലൂടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ്. ഒരിക്കലും എൻ്റെ പുകഴ്ചയല്ല, ആ യേശുവാണ് എന്നിലൂടെ പാടുന്നത്, എന്നിലൂടെ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ഒരിക്കലും എൻ്റെ ഉയർച്ചയല്ല, അതിൽ ഞാനൊരിക്കലും ഉയരുന്നില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ വാക്യത്തിൽ പറയുന്നത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ശരീരം കൊണ്ട് എന്ത് പ്രവർത്തിക്കുന്നു, അതെല്ലാം നമ്മളല്ല ചെയ്യുന്നത്. നമ്മൾ വാസം ചെയ്യുന്ന വിലയ്ക്ക് വാങ്ങിയ ആ പരിശുദ്ധാത്മാവാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വർഷം എനിക്ക് തന്ന ഒരു വാക്യമാണ്, അതിൻ്റെ 20ാമത്തെ വാക്യമാണ് മെയിനായിട്ട് നമ്മൾ എടുത്തു പറയുന്നത്. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മുടെ ശരീരം കൊണ്ട് ഞങ്ങൾ പാടി മഹത്വപ്പെടുത്തി. 2-3 പാട്ടുകൾ പാടി ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കേട്ടു. എല്ലാവരും നിങ്ങൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ കണ്ടുകൊണ്ടാണ് ചെയ്തത്. എന്നാൽ നമ്മൾ ചേർന്നത് പാടുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഒരിക്കലും നമ്മുടെ ടാലൻറ്റ് പുറത്തറിയിക്കുവാൻ അല്ലെങ്കിൽ ടാലൻറ്റ് പെർഫോമൻസ് കാട്ടുവാൻ അല്ല ഒരിക്കലും പാടുന്നത്. ദൈവവചനം പറയുന്നത് ആ പരിശുദ്ധാത്മാവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത്, വോയിസായിട്ട്, അതുപോലെ ദൈവവചനമായിട്ട് ഞാൻ പറയുന്നത്. ഒരിക്കലും എൻ്റെ കഴിവല്ല, എൻ്റെ പുകഴ്ചയല്ല. ആ ശരീരം കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടും. നമ്മൾ എന്ത് ചെയ്യുന്നു, ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, അതെല്ലാം ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. അതുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ വർഷം ദൈവത്തിന് വേണ്ടി നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരാം. അതുകൊണ്ട് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങൾ വെളിപ്പെടുത്തേ. നമുക്കൊരുമിച്ച് ഈ ഒരു തീരുമാനം, എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും ഈ വർഷം. ഹല്ലേലൂയ. ഈ വർഷം മാത്രമല്ല, ദൈവം എനിക്ക് ആയുസ്സ് തരുന്ന കാലം മുഴുവൻ ദൈവത്തിൻ്റെ നാമത്തെ, ദൈവത്തെ എൻ്റെ ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മൾ പാടുന്നു, ദൈവത്തിന് വേണ്ടി പാടുന്നു, ദൈവത്തിന് വേണ്ടി ദൈവവചനം പറയുന്നു. നിങ്ങൾ ഓരോ വ്യക്തികളും ദൈവവചനം പ്രസംഗിക്കുന്നവരുണ്ടായിരിക്കാം, പാടുന്നവരുണ്ടായിരിക്കാം. എന്നാൽ ഞാനല്ല, എന്നിലുള്ള പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. എൻ്റെ പുകഴ്ചയല്ല, ആ ദൈവത്തിൻ്റെ പുകഴ്ച, ആ ദൈവത്തിൻ്റെ മഹത്വം എന്നിലൂടെ പ്രവർത്തിക്കുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. പിതാവെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോബിൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. യേശുനാഥ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. നമ്മുടെ സന്നിധിയിൽ കാണുന്നവരെ ദൈവയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്തു. ഞങ്ങളെ എല്ലാവരും കണ്ടു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാണ്. ഞങ്ങളുടെ പാട്ടുകൾ, പറഞ്ഞ വചനങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വലിയൊരു അനുഗ്രഹവും നന്മയും വിടുതലായി തിരുതി സഹായിക്കണം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം എത്രത്തോളം കൂടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രാർത്ഥനയായി ഞാൻ കെട്ടിക്കായി സ്തുതിക്കുന്നു. യേശുനാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളോട് കമൻറ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട്. പ്രത്യേക സുനിൽ ചാൻസൽ സോളമൻ ചാനലിൽ വാച്ച് ചെയ്യുന്നുണ്ട്. പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഒരുപാട് പേരുണ്ട്. ഞാൻ കമൻറ്റ് ഓരോ വ്യക്തികളുടെ അടുത്ത് വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് പേര് കമൻറ്റ് വന്നിട്ടുണ്ട്. ബെൻസൺ, അതുപോലെ ഷിബി, ജോൺസൺ പോൾ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും പ്രത്യേക അക്ഷിത ഉണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ലൈവുകൾ നിങ്ങൾ കാണുക. അത് നമുക്ക് ഒരുമിച്ചാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശരീരം കൊണ്ട് എന്ത് ചെയ്യുന്നോ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് വീണ്ടും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജുണ്ട്, ഗ്ലോറി ടു ജീസസ് പത്തനാപുരം. അതുപോലെ യൂട്യൂബ് ചാനലുണ്ട്, ഗ്ലോറി ടു ജീസസ് പത്തനാപുരം. അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക ഞങ്ങൾക്ക് വേണ്ടി. അതുപോലെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ചെറിയ ചെറിയ ഐറ്റംസ് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ലൈവ് നിങ്ങളുടെ മുന്നിൽ ചെയ്യുന്നത്.
ഇനി ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ ഇന്നത്തെ ലൈവ് സ്റ്റോപ്പ് ചെയ്യുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗുഡ് നൈറ്റ്.